ആ കാണുന്ന വലിയ കല്ല് ഒരു പരിവിധം ആക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം പൊടിയാണ് ഇവിടെ ഈ ഒരു ചുറ്റുപാടിലും കാണാൻ സാധിക്കുന്നത്. ഞാൻ ഈ ഒരു ഏരിയയിലൂടെ നടക്കുമ്പോൾ എനിക്ക് പൊടിയൊക്കെ അലർജി ഉള്ളതാണ്. അലർജിയൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു ഏരിയയിലേക്ക് വരാൻ തന്നെ പാടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു നിർമ്മിതി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിലൂടെ നടക്കാതിരിക്കാൻ തോന്നൂല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതൊരു ആനയുടെ രൂപം നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചുരുക്കി പറയുന്നത്. അത്രത്തോളം വലിപ്പമുണ്ട് എന്നുള്ളതാണ്. അത് പോളിഷിങ് ചെയ്യുന്ന ഒരു സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇതിലൂടെ പോകുമ്പോൾ അവർ പ്രത്യേക ഒരു ഇമ്പ്രഷൻ തന്നതുകൊണ്ട് ഞാനിത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ആ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് നിർമ്മിതികൾ, ഞെട്ടിച്ച് കളയുന്ന നിർമ്മിതികളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ചെറിയ ചെറിയ ഷെഡുകൾ, ഏകദേശം 100-ൽ പരം ഷെഡുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 1000-ൽ പരം ആളുകൾ ഇവിടെ വർക്ക് എടുക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഷോപ്പിൻ്റെ പുറം ഭാഗത്തു നിന്നുള്ള വിഷ്വൽസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയതുള്ളൂ. പിന്നീട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ അലോട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോടൊന്ന് സംസാരിക്കണ്ടായി. അപ്പോൾ പിന്നെ വീഡിയോ എടുത്തില്ല, പുറത്തേക്ക് പോന്ന്. ഈ ഒരു കടയിൽ ഒരുപാട് വെറൈറ്റി ഐറ്റം നിർമ്മിതികൾ തനതായ രൂപത്തിലുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതൊക്കെ ഈ കടയിൽ ഇങ്ങനെ കാണുന്ന നിർമ്മിതികളാണ്. പിന്നീട് നേരെ ഓപ്പോസിറ്റുള്ള ഒരു കടയിലേക്കാണ് നമ്മൾ ചെന്നത്. ആ ഒരു കടയുടെ ഒരു ഹൈടെക്, അതായത് അപ്ഡേഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ആ കാണുന്നത് ഒരു കണ്ടെയ്നറാണ്. കണ്ടെയ്നറിൻ്റെ മേലെ ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു എക്സ് ആർമി ആണ് ഇതിൻ്റെ ഓണർ എന്നുള്ളതാണ് തോന്നിപ്പോയത്. കാരണം മൂപ്പരെ കാറിലെല്ലാം അത് കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ അവിടെയുള്ള നിർമ്മിതികളൊക്കെ ഇങ്ങനെ നോക്കി കാണുമ്പോൾ പ്രത്യേക തരം ഡിസൈന്, അതായത് ആ ഒരു കർവ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് തന്നെ അതിലെല്ലാം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഈ ഒരു രൂപങ്ങളിലൊക്കെ പ്രത്യേകത. പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയിലേക്കൊക്കെ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ഈ ഒരു നിർമ്മിതിയുമായി ബന്ധപ്പെട്ട കടകളാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എനിക്ക് അത്ഭുതപ്പെടുത്തിയത് ഇതിൻ്റെ ബാക്കിലൊക്കെ തന്നെ വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രത്തോളം പൊടിമലിനീകരണമായിട്ടുള്ള ഈ ഒരു ഏരിയയിൽ എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നമ്മളവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാലോ. പൊടി ഇങ്ങനെ പാറിക്കൊണ്ടേയിരിക്കണ്ടാവും. ഇവിടെയുള്ള കാറുകളിലൊക്കെ തന്നെ ഫുൾ പൊടി ഇങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സംഭവം. പറഞ്ഞിട്ട് കാര്യമില്ല, കുറ്റം പറയുകയില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജീവിത രീതി എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഷെഡിലേക്ക് നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഇങ്ങനെ പണിയെടുക്കുന്നത്. കണ്ടില്ലേ എത്ര ആളുകളാണ്. ഈ ഒരു ഷെഡിൽ കൂടുതലും തൂണുകളാണ് നിർമ്മിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം തൂണിൻ്റെ വർക്കുകളാണ് അവിടെ ഉള്ളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തനതായ ഓരോ സിംഗിൾ പീസ് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു നന്ദിയെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഡിസൈനിങ്ങൊക്കെ കണ്ടില്ലേ, കറക്റ്റ് ആ മാലയുടെ ഡിസൈനിങ് കാര്യങ്ങൾ, കാലിൻ്റെ ഡിസൈന്, കുളമ്പിൻ്റെ ഡിസൈന്. പിന്നെ നമ്മൾ കുറച്ചും കണ്ട് നോക്കിയപ്പോൾ ഇതുപോലെ കറക്റ്റ് സ്ട്രെച്ചിങ്, അതായത് പാറയുടെ ഉൾത്തൊലിയിലേക്ക് ഇങ്ങോട്ട് ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മരമായി സങ്കല്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ തോല് കഴിഞ്ഞ് ആ ഒരു ഉൾഭാഗത്തുള്ള ഒരു മരപ്പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് കൊത്തി ഇറക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു മരപ്പണിക്കാരനെ വെച്ച് നോക്കുമ്പോൾ അതേ രൂപത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. മരമല്ല, അതിന് പകരം കല്ലാണ് എന്നുള്ളൊരു മാറ്റം മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. പൊടി കാരണം എല്ലാവരും തന്നെ മാസ്ക് കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടാണ് ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്.